സോ ഇതാണ് നത്തിങ്ങിൻ്റെ CMF ഫോൺ 1ൻ്റെ നെക്സ്റ്റ് ജനറേഷനായ നത്തിങ് CMF ഫോൺ 2 Pro. സോ ഫോൺ 2 എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ, ഒരുപക്ഷെ ഭാവിയിൽ വരുമായിരിക്കും. എന്നാൽ കഴിഞ്ഞ വർഷം വന്ന CMF ഫോൺ 1 അപേക്ഷിച്ച് ഈ ഒരു ഫോണിൽ വലിയൊരു മാറ്റം വന്നിരിക്കുകയാണ്. അതായത് ചിലർക്ക് ആ ഒരു മാറ്റം ഒരുപാട് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ചിലർ പറയും ഇത് എന്നെ ബാധിക്കുന്നില്ല, അങ്ങനെ പറയുന്നവരും ചിലരുണ്ടാവും. ഓക്കെ, സോ ആ ഒരു മാറ്റം എന്താണ് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാം. പിന്നെ കഴിഞ്ഞ വർഷം ഈ ഒരു ചിന്ന പെട്ടിയാണ് വന്നത്. ഇത്തവണ വന്നിരിക്കുന്ന പെട്ടി പെരിയ പെട്ടിയാണ്. നമുക്ക് എല്ലാവർക്കും പെരിയ പെട്ടി ഇഷ്ടമാണ്, കാരണം അറിയാലോ. ഇനി ഞാൻ അൺബോക്സിംഗ് ഷെയർ ചെയ്യാം, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇതാണ് ബോക്സ്. ഇതിന്റെ ഉള്ളിൽ നിന്ന് മെയിൻ ബോക്സ് പുറത്തേക്ക് എടുക്കാം. അതിൽ ഫോൺ ഉണ്ട്, TPU കേസ് തന്നിട്ടുണ്ട് ഇത്തവണ, നൈസ്. ഡോക്യുമെന്റ്സ് ആൻഡ് യെസ്, ഇത്തവണ ചാർജറും നത്തിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആൻഡ് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ. സോ ഈ CMF ഫോൺ 2 Pro 4 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. നമ്മുടെ കയ്യിലുള്ള ഈ ലൈറ്റ് ഗ്രീൻ കളർ വേരിയന്റ്, പിന്നെ വൈറ്റ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ ലാസ്റ്റ് ആണ് ബ്ലാക്ക്. പേഴ്സണലി എനിക്ക് ഈ ഒരു ലൈറ്റ് ഗ്രീൻ വേരിയന്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കളറാണ്. പ്ലസ് ബാക്കിൽ ഒരു സ്മൂത്ത് മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് പോലെ ഇരിക്കുന്ന ഫിനിഷ് ആണ്. നത്തിങ് പറയുന്നതനുസരിച്ച് ഗ്ലാസ് ലൈക്ക് ഫിനിഷ് ആണ്. ഗ്ലാസ് അല്ല, ഈ പ്രൈസിൽ അറിയാലോ പ്ലാസ്റ്റിക്കിന്റെ ബാക്കും പ്ലാസ്റ്റിക്കിന്റെ ഫ്രെയിമേ വരുള്ളൂ. പക്ഷേ ഇറ്റ്സ് വെരി നൈസ്. നല്ലൊരു പ്രീമിയം ഫീൽ തരുന്നുണ്ട്. ഫോണിന്റെ ടോപ്പിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്കുണ്ട്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ ആൻഡ് ആ ഒരു എസെൻഷ്യൽ കീ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. ലെഫ്റ്റിലാണ് വോളിയം റോക്കർ. താഴെ നോക്കുകയാണെങ്കിൽ സിം ട്രേ, മൈക്ക്, ടൈപ്പ് സി പോർട്ട് ആൻഡ് ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്. പിന്നെ ഫോണിന് ചുറ്റുമുള്ള ഈ ഫ്രെയിം കണ്ടില്ല, അത് ഫ്ലാറ്റ് ഫ്രെയിം ആണ്. സോ ഈ ഒരു ഫോൺ ഒരു ബോക്സി ഡിസൈനിലാണ് വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ നല്ല സ്ലിം ആണ്. 7.8 mm ആണ് തിക്നെസ്. സോ നത്തിങ് പറയുന്നതനുസരിച്ച് അവരുടെ സ്ലിമ്മസ്റ്റ് ഫോൺ എവർ എന്നാണ് ഈ ഒരു ഫോൺ. പിന്നെ അറിയാലോ ബാക്കിലുള്ള ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്രൂ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അത് CMF ഫോൺ 1 ഉണ്ടായിരുന്ന പോലെ എക്സാക്ട്ലി ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഓവറോൾ ലുക്ക് അത് ഒരു ബോൾഡ് ലുക്കാണ്. അതായത് ആൾക്കാർ തിരിഞ്ഞു നോക്കിയിരിക്കും, ഒരു സംശയവും വേണ്ട. എന്നാൽ തിരിഞ്ഞു നോക്കുന്നവരിൽ ഒരു സൈഡ് ഉണ്ടാവും, അതായത് ഒരു കൂട്ടർ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കും, ഇതെന്താ ഈ സ്ക്രൂ ഒക്കെ ഉണ്ടല്ലോ ഇതിന്റെ ബാക്കിൽ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചിരിക്കും. മറുവശത്ത് ചിലർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, അതായത് ഇതെന്തോ വെറൈറ്റി ഐറ്റം ആണല്ലോ. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നോർമൽ ഫോൺസ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു വെറൈറ്റി ഐറ്റം ആണ് ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. അതായത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു ബ്രാൻഡ് മാറ്റി ചിന്തിക്കാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ എപ്പോഴും അത് അപ്രിഷിയേറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഇനിയാണ് ഞാൻ ഇൻട്രോയിൽ മെൻഷൻ ചെയ്ത ആ ഒരു കാര്യം, അതായത് ഇത്തവണ നമുക്ക് ഇതിന്റെ ബാക്ക് പാനൽ മാറ്റി യൂസ് ചെയ്യാൻ പറ്റൂല. അതായത് എവിടെ പോയി, യെസ്. സോ ഇതാണ് CMF ഫോൺ 1. ഓക്കെ, രണ്ടും സെയിം കളറാണ്. ഓക്കെ, എനിവേ സോ ഇതാണ് CMF ഫോൺ 2 Pro. ഓക്കെ, സോ ഇതിന്റെ ബാക്ക് അറിയാമായിരുന്നു, നമുക്ക് മാറ്റി ആ ഒരു വൈറ്റും ഓറഞ്ചും ഒക്കെ ഇടായിരുന്നു. ഇവിടെ അത് നടക്കൂല. സോ നിങ്ങൾ ഏത് കളർ വേരിയന്റ് ആണ് വാങ്ങുന്നത് ആ ഒരു കളർ മാറ്റാൻ പോസിബിൾ നെഹി ഹേ. ഓക്കെ, ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഹാപ്പി ആണോ, സാഡ് ആണോ, അതോ ഇത് നിങ്ങളെ ബാധിക്കുന്നില്ല? നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ്? താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ഈ കാണുന്ന സ്ക്രൂസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഊരി എടുക്കാൻ പറ്റും. എന്നിട്ട് എന്താ പറയുക, ലൂപ്പ് ആണെങ്കിലും ബാക്കിലുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, അറിയാലോ, പേഴ്സ് പോലെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റും. മീഡിയാടെക്കിന്റെ ലേറ്റസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റും. മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 7300 Pro ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. മീഡിയാടെക് എന്ന കമ്പനി അവരുടെ ചിപ്സെറ്റിന്റെ എൻഡിൽ, അതായത് അതിന്റെ അറ്റത്ത് പ്രോയും അൾട്രയൊക്കെ ചേർക്കുമെങ്കിലും ഇങ്ങനെ വലിയ മാറ്റമൊന്നും ഞാൻ കാണാറില്ല. ഇപ്പൊ പ്രത്യേകിച്ച് ഈ പ്രോ വേരിയന്റിന്റെ ടോപ്പ് ക്ലോക്ക് സ്പീഡ് 2.5 GHz ആണ്. നോൺ പ്രോ, അതായത് കഴിഞ്ഞ വർഷം ഈ CMF ഫോൺ 1 വന്ന ഡയമൻസിറ്റി 7300 ഉണ്ടല്ലോ, അതിന്റെ ടോപ്പ് ക്ലോക്ക് സ്പീഡ് സെയിം ആണ്. പ്രാക്ടിക്കൽ യൂസിൽ നിങ്ങൾ വലിയ വ്യത്യാസം ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നില്ല. സോ CMF ഫോൺ 1 കിട്ടിയ അതേ പെർഫോമൻസ് ആണ് ഇവിടെയും കിട്ടാൻ പോകുന്നത് എന്ന് പറയേണ്ടി വരും. ഇത് ആക്ച്വലി സ്മാർട്ട് ഫോൺ ഉണ്ടാക്കുന്ന ബ്രാൻഡുകളും പിന്നെ ഈ ചിപ്സെറ്റ് ഉണ്ടാക്കുന്ന ബ്രാൻഡുകൾ തമ്മിലുള്ള ഒരു ഡിങ്കോൾഫി, ഒരു സെറ്റപ്പാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് ടൈം ഒന്നുമല്ല, ഇതിന് മുൻപ് വന്നിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇതൊരു പ്രോ ഫോൺ ആണല്ലോ. സോ അതിൻ്റെ കൂടെ പ്രോ ചേർത്തിട്ടുള്ള ചിപ്സെറ്റ് ആയിരിക്കും ബെസ്റ്റ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും നത്തിങ് അത് ഇട്ടത്. എനിവേ, ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 20,000 rupees താഴെയാണ് വരാൻ പോകുന്നത്. ആ ഒരു പ്രൈസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഡീസന്റ് പെർഫോമൻസ് ആണ്, അങ്ങനെ വലിയ കംപ്ലൈന്റ് ഇല്ല. എന്നാൽ ഇവർക്ക് വേണമെങ്കിൽ ഇത്തവണ ആ ഒരു ചിപ്സെറ്റ് ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് ഒന്നെങ്കിൽ ഡയമൻസിറ്റി 7400 അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈയിടെ Oppo K13 കണ്ട് Qualcomm Snapdragon 6 Gen 4 ഒക്കെ കൊടുക്കാമായിരുന്നു. BGMI 60 FPS പിന്നെ കോൾ ഓഫ് ഡ്യൂട്ടിയിൽ അൾട്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആക്ച്വലി FPS ട്രാക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. CODയിൽ എനിക്ക് 90 FPS ആണ് കിട്ടിയത്. BGMI 60 FPS കാണിക്കുന്നുണ്ട്. കാഷ്വൽ ഗെയിമിങ്ങിന് വേണ്ടി ഓക്കെ ആണ്. സീരിയസ് ഗെയിമിങ്ങിന് വേണ്ടി ഞാൻ ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ബോർ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഡെയിലി ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ കളിക്കാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലും കളിക്കാം. പക്ഷേ നിങ്ങൾ സീരിയസ് ഗെയിമർ ആണെങ്കിൽ കുറച്ചും കൂടി കാശ് ആഡ് ചെയ്ത് 25,000 രൂപ താഴെയുള്ള ഫോൺസ് എടുക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ പ്രോ ഗെയിമിങ്ങിന് വേണ്ടി. പിന്നെ എൻ്റെ ഇനീഷ്യൽ യൂസിൽ അങ്ങനെ ഹീറ്റിംഗ് ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഓക്കെ, നമ്മൾ ഗെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു ഒരു ഇളം ചൂട് നമുക്ക് ഫീൽ ആവും. പക്ഷേ ഹീറ്റിംഗ്, ഓവർ ഹീറ്റിംഗ് അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഞാൻ ഇതുവരെ ഫേസ് ചെയ്തില്ല. ലേറ്റസ്റ്റ് Android 15 ബേസ് ചെയ്തിട്ടുള്ള നത്തിങ് OS
OS 3.2 ആണ് വരുന്നത്. നത്തിങ് ഈ ഒരു ഫോണിന്റെ കൂടെ 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് വെരി നൈസ്. കൂടെ 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അറിയാലോ നത്തിങ്ങിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ റെഡ് ആക്സെന്റ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ഐക്കൺസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓവറോൾ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ആപ്പ് ഓപ്പണിംഗ് ക്ലോസിംഗ് ആനിമേഷൻസ് ഒക്കെ നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മൈന്യൂട്ട് സ്റ്റട്ടേഴ്സ് എനിക്ക് കിട്ടിയിരുന്നു. അതായത് ഈ പ്രത്യേകിച്ചും ഗാലറി ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ ചെറിയൊരു സ്റ്റട്ടർ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. ഓക്കെ, കണ്ടില്ലേ അവിടെ ആനിമേഷൻ മിസ്സിംഗ് ആയത് കണ്ടോ? പിന്നെ അറിയാലോ നത്തിങ്ങിന്റെ സോഫ്റ്റ്വെയറിൽ ഒരു തരത്തിലുള്ള തേർഡ് പാർട്ടി ബ്ലോട്ട്വെയർസ് ഒന്നും വരാറില്ല. ഈവൻ ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ് പോലും ഇല്ല. ഓക്കെ, സോ കംപ്ലീറ്റ്ലി ക്ലീൻ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ എസെൻഷ്യൽ ബട്ടൺ വരുന്നുണ്ട്. നിങ്ങൾ നത്തിങ് ഫോൺ 3A ആൻഡ് 3A പ്രോയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഈ എസെൻഷ്യൽ കീ എന്താണ്. ബേസിക്കലി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കൊരു എനിക്കൊരു ഗാഡ്ജറ്റിന്റെ റിവ്യൂ ചെയ്യണം. സോ അതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ക്യാമറ ഉപയോഗിച്ചും എസെൻഷ്യൽ കീ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ സ്നാപ്ഷോട്ട് എടുത്തിട്ടും യൂസ് ചെയ്യാം. ഈ രണ്ട് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ ഞാനൊരു ക്യാമറ അല്ലെങ്കിൽ ഒരു ഫോൺ അതിന്റെ റിവ്യൂ എടുക്കണം. സോ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ഈ എസെൻഷ്യൽ കീയിൽ പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് അതിന്റെ കൂടെ എനിക്ക് വേണമെങ്കിൽ ഒരു നോട്ട് അല്ലെങ്കിൽ ഈവൻ വോയിസ് റെക്കോർഡിംഗ് ആഡ് ചെയ്യാൻ പറ്റും. സെൻഡ്. സോ ഈ സംഭവം എസെൻഷ്യൽ സ്പേസ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അവിടെ പോയി സേവ് ആവും. എന്നിട്ട് അവിടെ എടുത്ത് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന വോയിസ് റെക്കോർഡിംഗ് ഉണ്ടല്ലോ, അതിന്റെ ഒരു സമ്മറി, നമ്മൾ ക്ലിക്ക് ചെയ്ത ഫോട്ടോ അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന സ്നാപ്ഷോട്ടിന്റെ ഒരു കോണ്ടെക്സ്റ്റ്, അതിന്റെ കോണ്ടന്റ് മനസ്സിലാക്കിയിട്ട് അതെന്താണ് സംഭവം, അതിന്റെ ഒരു ചെറിയ സമ്മറിയും ഇതിലുള്ള AI ഉപയോഗിച്ച് ഇത് എഴുതി തരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ബേസിക്കലി ഈ എസെൻഷ്യൽ സ്പേസും എസെൻഷ്യൽ കീന്റെ ഒരു കംപ്ലീറ്റ് പാക്കേജ്. 6.77 ഇഞ്ച് സൈസ് ഉള്ള ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. 10-bit ഡിസ്പ്ലേ ആണ്. 120 Hz ഫാസ്റ്റ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബെസൽസ് എനിക്ക് ചെറിയ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നി. കാരണം നോർമലി ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഈ ഫോണുകളുടെ എങ്ങനെയായിരിക്കും ബെസൽ? നമ്മുടെ ഈ ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് നല്ല സ്ലിം ബെസലും താഴെയുള്ള ബെസൽ കുറച്ച് തിക്കായിരിക്കും. ചിന്നെന്ന് പറയുമല്ലോ, അത് കുറച്ച് തിക്കായിരിക്കും. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് പൊടിക്ക് അത്യാവശ്യം കട്ടിയുള്ള ബെസൽസ് ആണെങ്കിൽ ബോട്ടം ബെസൽ നല്ല സ്ലിം ആണ്. സോ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഓക്കെ, സോ ഫ്രാങ്ക്ലി കുറച്ചും കൂടി സ്ലിം ബെസൽസ് കൊടുക്കാമായിരുന്നു. അത്യാവശ്യം ബെസൽസ് ഉണ്ട്, പക്ഷേ ഓക്കെ, 20,000 റുപ്പീസിന് താഴെയുള്ള ഫോൺ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. ഡിസ്പ്ലേ നല്ലതാണ്. HDR10+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷേ യൂട്യൂബിൽ നിങ്ങൾക്ക് HDR വീഡിയോസ് കാണാൻ പറ്റും. 1300 നട്സിന്റെ ആണ് HBM ബ്രൈറ്റ്നസ്. സോ ഔട്ട്ഡോർ കൊണ്ടുപോകുമ്പോൾ ഡിസ്പ്ലേ നല്ല ക്ലിയർ ആണ്. എല്ലാം നമുക്ക് ഈസിലി വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 2160 ഹെർട്സിന്റെ PWM ഡിമ്മിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ലോ ബ്രൈറ്റ്നസ്സിലുള്ള ഫ്ലിക്കർ ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ CMA ഫോൺ 1 ഉണ്ടായിരുന്ന പോലെ ഇവിടെയും സിംഗിൾ ബോട്ടം സ്പീക്കർ, അതായത് മോണോ സ്പീക്കേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഈ പ്രൈസിൽ ഇപ്പം ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ വരാറുണ്ട്. സോ വേണമെങ്കിൽ അവിടെയും നത്തിങ്ങിന് അപ്ഗ്രേഡ് കൊടുക്കാമായിരുന്നു. ഒരു ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇട്ട് തരാമായിരുന്നു. ആക്ച്വലി 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ബോക്സിൽ ചാർജർ വരുന്നുണ്ട്. ബാറ്ററി ബാക്കപ്പ് ഓക്കെ, ഡീസെന്റ് ആണ്. അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ബാറ്ററി ബാക്കപ്പ് ഓക്കെ ആണ്. 1 ഡേ ബാറ്ററി ബാക്കപ്പ് കിട്ടും. പിന്നെ ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഐ തിങ്ക് ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ്, അതായത് 70 മിനിറ്റ് ഒക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട് 0 to 100% ഫുൾ ചാർജ് ആവാൻ വേണ്ടി. 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് തന്നിരിക്കുന്നത്. സോ ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ ഹാർഡ്വെയറിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഈ പ്രൈസ് റേഞ്ചിൽ നത്തിങ് ഈ ഒരു ഫോണിൽ ടെലിഫോട്ടോ ക്യാമറ തന്നിട്ടുണ്ട്. 2x ഓപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന 50 മെഗാ പിക്സൽ ടെലിഫോട്ടോ ക്യാമറ വരുന്നുണ്ട്. മെയിൻ ക്യാമറയും 50 മെഗാ പിക്സലിലേതാണ്. അൾട്രാ വൈഡ് ക്യാമറ 8 മെഗാ പിക്സൽ ആണ്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് തന്നിരിക്കുന്നത്. ക്യാമറ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നല്ല ഡീറ്റെയിൽസ് ഉള്ള നല്ല കളേഴ്സ് ഉള്ള ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. അങ്ങനെ ഓവറായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നില്ല. അത് കണ്ടില്ലേ, ഞാൻ പൂക്കളുടെയും ചെടികളുടെയും പിന്നെ ബിൽഡിങ്സിന്റെ സീനറി സ്കൈയുടെ ഒക്കെ ഫോട്ടോ ഷെയർ ചെയ്യുന്നതിന് കണ്ടു നോക്കുക. അങ്ങനെ ഓവറായിട്ടൊന്നും ബൂസ്റ്റ് ചെയ്യുന്നില്ല. നല്ല ഡീറ്റെയിൽസ് ഉള്ള ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. പ്രത്യേകിച്ചും ഈ ഫോൺ വരുന്ന പ്രൈസ് കാറ്റഗറി ഉണ്ടല്ലോ, അണ്ടർ 20,000, അതിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഐ എം ഹാപ്പി വിത്ത് ദ ഫോട്ടോഗ്രാഫി പെർഫോമൻസ്. ഈവൻ ഹ്യൂമൻ സബ്ജക്റ്റിന്റെ നോർമൽ ഫോട്ടോസ്, പോർട്രേറ്റ് ഫോട്ടോസ് അല്ല, നോർമൽ ഫോട്ടോസ് എടുക്കുമ്പോഴും റിസൾട്ട് നല്ലതാണ്. സ്കിൻ ടോൺ ഒക്കെ നല്ലതാണ്. പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ 1x പിന്നെ ഓക്കെ ആണ്. ബാക്ക്ഗ്രൗണ്ട് കട്ടൗട്ട് ഒക്കെ ഇറ്റ്സ് ഫൈൻ. ബാക്കിലുള്ള ബ്ലർ ഒക്കെ ഉണ്ടല്ലോ, അത് ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഓക്കെ ആണ്. പിന്നെ യെസ്, നമുക്ക് വേണമെങ്കിൽ 3x and 4x വരെ സൂം ചെയ്ത് ഫോട്ടോസ് എടുക്കാൻ പറ്റും. സോ ഇതാണ് 1x, 2x, 3x and 4x. വീണ്ടും കാണിച്ചു തരാം. 1x, 2x, 3x and 4x. സോ 3xും 4xും വരുമ്പോഴേക്കും ചെറിയൊരു ഓവർ ഷാർപ്പനിങ് വരുന്നുണ്ട്. ഈ ഓവർ ഷാർപ്പനിങ് എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽസ് കുറയുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് കാണിക്കാൻ വേണ്ടി പ്രോസസ്സിങ്ങിൽ കുറച്ച് ഷാർപ്നെസ് കൂട്ടും. അതാണ് ബേസിക്കലി ഓവർ ഷാർപ്പനിങ്. സോ അത് സ്കിന്നിലൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. ഐക്യു, വിവോ ഫോൺസ് അല്ലെങ്കിൽ ഓപ്പോ ഫോൺ, സാംസങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്കിൻ ടോൺ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ബെറ്റർ ആക്കാം. പിന്നെ നത്തിങ്ങിൻ്റെ സംഭവം അറിയാലോ, ഈ
അപ്ഡേറ്റിലൂടെ അവർ ക്യാമറ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. സോ ഐ ഹോപ്പ് ആ ഒരു സ്കിൻ ടോണിൻ്റെ പ്രോസസ്സിംഗ് കുറച്ചും കൂടി നത്തിങ് ഇവിടെ ഇമ്പ്രൂവ് ചെയ്യും. സെൽഫി ക്യാമറയിൽ സ്കിൻ ടോൺ കാര്യങ്ങളൊക്കെ എനിക്ക് ഐ പ്ലീസിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ വലിയ കംപ്ലയിൻസ് ഒന്നുമില്ല. നമുക്ക് ഇതിൻ്റെ റിയർ ക്യാമറ വെച്ച്, അതായത് മെയിൻ ക്യാമറ വെച്ച് 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും 30 FPS, അതും സ്റ്റേബിൾ വീഡിയോസ് ആണ്. സെൽഫി ക്യാമറ 1080p 30 FPS ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അവിടെ നമുക്ക് സ്റ്റേബിൾ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. Wi-Fi 6 Bluetooth 5.3 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടില്ല. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നല്ലതാണ്. ഓക്കെ, ആ ഒരു വൈബ്രേഷൻ ജിങ് സംഭവം ഉണ്ടല്ലോ, അതല്ല, പ്രോപ്പർ ഡെഡിക്കേറ്റഡ് ഹാപ്റ്റിക് മോട്ടോർസ് ഇട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസിൽ വരുന്ന ഒരു ഫോണിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. NFC-ക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുത്തിട്ടില്ല. എന്റെ ഇനീഷ്യൽ യൂസിൽ 5G കണക്ടിവിറ്റി ആണെങ്കിലും സ്പീഡ് ആണെങ്കിലും കോൾ ക്വാളിറ്റി അതൊക്കെ ഓക്കെ ആയിരുന്നു. അവിടെ എനിക്ക് ഇഷ്യൂ ഒന്നും തോന്നിയില്ല. ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. സോ ആ ഒരു പ്രൈസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡീസന്റ് ഓപ്ഷൻ എന്ന് പറയാൻ പറ്റും. സോ ഈ ഫോണിൽ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ ഇല്ല, എവിടെയൊക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റും എല്ലാം ഞാൻ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതേ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്ന Oppo K13 വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ബൈ.